ഹായ് ഓൾ, എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ വീക്ക്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് വെൽക്കം. സോ ഞാൻ സുനിൽ മത്തായി, ട്രേഡ് ടോക്സിന്റെ ഫൗണ്ടറാണ്. അപ്പൊ ഈ ഒരു വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീക്കിൽ ട്രേഡ് ടോക്സിന്റെ മേജർ അക്കൗണ്ടിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു വീക്കില് എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 28/11/2021 സൺഡേ ആണ്. സോ വേൾഡ് മൊത്തം അപാരമായിട്ടുള്ള ഒരു ഫിയറിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഇരുന്നു എന്നതിനേക്കാൾ എന്നെ സംബന്ധിച്ചോളം കൂടുതൽ ഫിയർ എന്നെ എഫക്ട് ചെയ്യുന്നത് കറണ്ട് വീക്ക് എങ്ങനെ ഇരിക്കുമെന്നാണ്. കഴിഞ്ഞ ആഴ്ചത്തെ PNL റിപ്പോർട്ടിൽ ഞാൻ കാണിച്ചതുപോലെ തന്നെ എൻ്റെ കയ്യിലുണ്ട് ഫ്യൂച്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ആഴ്ച വളരെ സേഫ് ആയിട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചേഴ്സിനെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ ഈ ഒരാഴ്ച എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ കാണിക്കുമ്പോൾ എന്നെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, എത്ര ലോസ് കിട്ടി എന്ന് കാണാനായിട്ട് നിങ്ങളെ കാണുന്ന ആളുകളെയാണ്. ഓക്കെ ഫൈൻ. ഇതാണ് എൻ്റെ ഈ ഒരു വീക്കിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നവംബർ 19 മുതൽ ഡിസംബർ ഇന്നത്തെ ദിവസം 28ആണ്. ഓക്കെ, സാറ്റർഡേ വരെയുള്ള 28, 27 സാറ്റർഡേ ഓർ സൺഡേ വരെയുള്ള ഈ ഒരു റിപ്പോർട്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 62,000 രൂപയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ എൻ്റെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 62,000 അടുത്ത് തന്നെ, ഒരു 60,000 രൂപ എൻ്റെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. 30 ലക്ഷം രൂപയുടെ അക്കൗണ്ടാണ്. അൺറിയലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഓൾറെഡി 60,000 ഉണ്ടായിരുന്നത് മേക്കപ്പ് ചെയ്ത് ഞാൻ ഈ ഒരാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ 60,000 രൂപ ഈ ഒരു വീക്കിൽ എൻ്റെ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈൻ. പക്ഷെ എനിക്ക് ഈ ഒരാഴ്ച കൂടുതൽ എക്സ്ട്രാ ട്രേഡുകൾ, വളരെ കൂടുതലായിട്ട് എക്സ്ട്രാ ട്രേഡുകൾ ചെയ്യേണ്ടി വന്നതുകൊണ്ട് 5,000 രൂപ എൻ്റെ ചാർജസ് ആയിട്ട് വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ബ്രോക്കറേജ് നോക്കൂ, വെറും 1,580 രൂപ. ഞാൻ ഫ്യൂച്ചേഴ്സ് ആണ് ചെയ്തത്. ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്തത് താഴെ വന്നിട്ട് എഗെയിൻ ആവറേജ് ചെയ്ത് 17,560 റേഞ്ചിൽ എനിക്ക് എൻ്റെ ഫ്യൂച്ചേഴ്സിനെ എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് കൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച റിയലൈസ്ഡ് പ്രോഫിറ്റിൽ നിർത്താനായിട്ട് സാധിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കറന്റ്ലി കയ്യിലിരിക്കുന്ന പൊസിഷൻസ് എല്ലാം തന്നെ നിയർലി 1 lakh ലോസ് റണ്ണിങ് ആണ്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ക്ലോസ് ചെയ്തത് നിയർലി 2% പ്രോഫിറ്റിലാണ്. കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2%. വളരെ എക്സ്ട്രീം ആയിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്തു എങ്കിലും എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതൽ ഫ്ലൈസും എൻ്റെ കൂടുതൽ സ്ട്രാറ്റജീസും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ ആഴ്ച എനിക്ക് 2%, 62,000 എല്ലാം കഴിഞ്ഞ് 56,000 ആണ് പ്രോഫിറ്റ്. ഓക്കെ, 2% വേണ്ട, 1.8% പ്രോഫിറ്റ് എനിക്ക് കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെ നിങ്ങൾ നോക്കൂ, എൻ്റെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കറന്റ്ലി കിടക്കുന്നത് എല്ലാം തന്നെ ഫൈൻ. ഇതെന്റെ ഹോൾഡിംഗ് ആണ്. പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 90,000 രൂപയുടെ ലോസ് റണ്ണിങ് ആണ്. കഴിഞ്ഞ ആഴ്ചേനേക്കാളും കൂടുതൽ മാരകമാണ് എന്ന് നമുക്ക് ഒരു പക്ഷെ പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ ആഴ്ച ഞാൻ സേഫ് ആയിട്ട് തന്നെ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. ഒന്ന്, എൻ്റെ കയ്യിലിരിക്കുന്നത് സീലിന്റെ കോൾ സ്പ്രെഡ്. ഇത് എനിക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഇതിൽ നിന്നാണ് എനിക്ക് 20,000, നിയർലി ഒരു 15,000 രൂപയുടെ ലോസ് ഉള്ളത്. ഈ ഒരു ട്രേഡിൽ നിന്നാണ്. ഇതെനിക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കും. അടുത്തത് എൻ്റെ മന്ത്ലി ട്രേഡ് ആയിട്ടുള്ള ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ട്രേഡാണ്. ഈ ഒരു ട്രേഡും എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് മാത്രമേ തരത്തുള്ളൂ. ഇതെല്ലാം കോൾ സ്പ്രെഡ്സ് ആണ്. ഞാൻ ഇക്വിറ്റികളിൽ ചെയ്തിരിക്കുന്ന എല്ലാ ട്രേഡുകളും കോൾ സ്പ്രെഡ് ആണ്. പിന്നെ എൻ്റെ മേജർ ട്രേഡുകളെല്ലാം തന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൂടുതലായിട്ട് ആഡ് ചെയ്ത ട്രേഡുകളാണ്. ഈ ട്രേഡുകൾ ഞാൻ ആഡ് ചെയ്യാനുള്ള റീസൺ IV 19 or 20 എത്തി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ IV എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ട്രേഡുകളിൽ ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. കൂടുതൽ ട്രേഡുകൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പൊസിഷനിലേക്ക് കൂടുതൽ ട്രേഡുകൾ ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ 20 IV, ഹ്യൂജ് IV ആണ് കിട്ടിയത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ആ ഒരു ട്രേഡുകൾ ആഡ് ചെയ്തത്. 18,000 സ്പ്രെഡ് ഉണ്ട് ജാനുവരി 27, 17,500 സ്പ്രെഡ് ഉണ്ട് ജാനുവരി 27. അതുപോലെ തന്നെ
ഒരൊറ്റ ലെഗ് 18,500 പുട്ട് എൻ്റെ കയ്യിലുണ്ട്. കാരണം കോൾ ഓൾറെഡി ഞാൻ സെല്ല് ചെയ്തിരുന്നു. അതിൻ്റെ പ്രോഫിറ്റ് മാറ്റി അതർ ലെഗ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് 50,000 രൂപയുടെ ലോസ് എനിക്കുണ്ട്. അതർ സൈഡിൽ ഞാൻ കൂടുതൽ കോൾ സൈഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കോളൊക്കെ അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ സെല്ലിരിക്കുന്ന 17,500ൻ്റെ കോളാണ്. കൂടുതലും കോൾ സൈഡ് സെല്ലാണ് എൻ്റെ കയ്യിൽ. സ്പ്രെഡിനേക്കാളും കലണ്ടറിനേക്കാളും കൂടുതൽ ഞാൻ ഈ ഒരു വീക്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കോൾ സൈഡ് സ്പ്രെഡാണ്. നിങ്ങൾക്ക് നോക്കൂ, 21 രൂപ മാത്രം ലോസ്, 21 രൂപ കൂടി കളക്ട് ചെയ്യാനുള്ള 17,500ൻ്റെ കോളുണ്ട്. അതുപോലെ തന്നെ 3 ലോട്ട് 17,000ൻ്റെ കോളും ഞാൻ ഈ ഒരു വീക്കിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പൊസിഷൻസ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു പൊസിഷൻസ് ഇതിനേക്കാൾ കൂടുതൽ ലോസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കും ലെസ് ദാൻ ഒരു 50,000 രൂപയിൽ കുറവ് ലോസിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വ്യൂവിലാണ് ഞാനിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. സോ എൻ്റെ മാർജിൻ എത്ര ബാക്കിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർജിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കൂടി മാർജിൻ എനിക്ക് ബാക്കിയുണ്ട്. നിയർലി 6 ലക്ഷം രൂപ കൂടി മാർജിൻ എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് കൂടുതൽ വയലൻ്റ് ആയിട്ട് ഡൗൺ ആവുകയാണെങ്കിൽ കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ പൊസിഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എനിക്ക് സാധിക്കും. ഹോൾഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ പൊസിഷൻ നിയർലി 2% നെഗറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് സ്വാഭാവികമാണ്. 17,500-ൽ നിന്ന് 17,000-ലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊസിഷൻസിൽ ഡിക്സൺ ടെക്നോളജീസ് എനിക്ക് പ്രോഫിറ്റ് ആണ്, ആഗ്രോ ക്യാപ്പ് എനിക്ക് പോസിറ്റീവ് ആണ്, മഹാരാഷ്ട്ര സീംലെസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് അത് എനിക്ക് പോസിറ്റീവ് ആണ്, ടാറ്റ പവർ എനിക്ക് പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ CDSലും എനിക്ക് പോസിറ്റീവ് ആണ്. എൻ്റെ പോർട്ട്ഫോളിയോയിലെ 5 സ്റ്റോക്കുകൾ സ്റ്റിൽ എനിക്ക് പോസിറ്റീവ് തരികയും ഏറ്റവും കൂടുതൽ ലോസ് തരുന്നത് 17% എനിക്ക് ഇൻഡിഗോ ആണ്. അതുപോലെ തന്നെ അത് കൊറോണയുടെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇൻഡിഗോ കൂടുതൽ ഡൗൺ ആകും എന്നുള്ളൊരു വ്യൂ വന്നതുകൊണ്ടാണ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇൻഡിഗോ ആഡ് ചെയ്തതെന്നുള്ള റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അതുപോലെ NTPC ആണ്. NTPC ഞാൻ ലോങ് ടൈം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്, ഞാൻ ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ ദീപക് ഇൻഡസ്ട്രീസ് എനിക്ക് 13% ലോസ് ആണ്. അതുപോലെ തന്നെ PVR അതും കൊറോണ റിലേറ്റഡ് സ്റ്റോക്കാണ്. PFC അതും 20% ലോസ് എനിക്ക് തരുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കുകളിൽ ഒരു പക്ഷെ PFC ഞാൻ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും തന്നെ ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ആ ഒരു സ്റ്റോക്കുകളെ താഴെ ലെവലുകളിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനായിട്ടും ഞാൻ റെഡിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ചത്തെ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എല്ലാ സാറ്റർഡേയ്സിലുമാണ് ഞാൻ ചെയ്യാറ്. ഈ ഒരാഴ്ച എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് വ്യാഴാഴ്ച ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ട്രേഡ് ടോക്സിന്റെ ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ട്രേഡേഴ്സിന്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക. സോ എല്ലാ വ്യാഴാഴ്ചയും ഉച്ച കഴിഞ്ഞ് 1 മണി മുതൽ 3:30 വരെ ട്രേഡ് ടോക്സിന്റെ ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ് ഉണ്ട്. അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ സൈനിങ് ഓഫ്, ഐ ആം സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്.